അതാണ് ഇതിനകത്ത് ഹർഷ. അതായത് ഇത് പിന്നെ ഈ ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂ ആദ്യം വാർത്ത കൊടുത്തത് നമ്മളാണ്. ബ്ലൂംബർഗിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് നമ്മൾ വാർത്ത മലയാളത്തിലെ ചാനൽ ചെയ്ത് ആദ്യമാണ്, പത്രം വന്നിട്ടുണ്ടാകും. ഞാൻ രാവിലെ വന്നിട്ട് ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ബ്ലൂംബർഗിൻ്റെ ഈ ഭാഗം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ ബ്ലൂംബർഗിൽ വന്ന് ഇനിയിപ്പോൾ നേരത്തെ നമ്മളോടെല്ലാം പറഞ്ഞാണെങ്കിൽ തന്നെ ഒരു വാർത്തയാണല്ലോ എന്ന് കരുതിയിട്ട് കേട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടത്. സത്യത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നു എന്ന കാര്യത്തേക്കാൾ എന്നെ ആകർഷിച്ചത് വി ആർ ഗോയിങ് ടു എന്താണ് ഞങ്ങൾ പിന്നെ ഭൂമി കൊടുക്കാൻ നിശ്ചയിച്ചു എന്നാണ്. ഭൂമി കൊടുക്കാൻ ആലോചിക്കുന്നൊന്നുമല്ല, ഞങ്ങൾ ഭൂമി കൊടുക്കാൻ ടാറ്റക്ക് ഭൂമി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒന്ന് ടാറ്റക്ക് ഭൂമി, ബംഗാൾ നന്ദിഗ്രാം എല്ലാം ഓർമ്മ വന്നിട്ട് എനിക്ക് ഇത് പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. എന്തെങ്കിലും വിമർശനം ഉണ്ടാകുന്നില്ല, പക്ഷേ എന്നാലും ടാറ്റക്ക് കേരളത്തിൽ ഭൂമി എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനകത്ത് ഒരു ഇത് തോന്നുകയും ഞാനത് എന്നിട്ട് അസൈൻമെൻറ്റ് ഡെസ്കിൽ പറയുകയും ആ വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇന്ന് ടാറ്റ നിഷേധിച്ചു എന്നുള്ള വാർത്ത ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യത്തിൽ. അതായത് മുഖ്യമന്ത്രിയുടെ മുഖഭാവം ഒന്നാം വിഷയം കണ്ടറിയാം, വളരെ ക്ലോസിലാണ്, വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ടാറ്റ ഇങ്ങനെ വരുന്നു, ഭൂമി കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയോ ഭൂമി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങ് ടാറ്റ ഇങ്ങനെ നിഷേധിച്ച് കളഞ്ഞു. ഞാൻ സത്യത്തിൽ കരുതിയത്, തമാശ പറയാമെന്ന് വിചാരിക്കരുത് പക്ഷേ, ഞാൻ സത്യത്തിൽ അതെങ്ങനെ പറ്റും ടാറ്റ അറിയാതെ. അപ്പോൾ ടാറ്റ പറയുന്നത് അദ്ദേഹം ആ വാക്കുകൾ കുറച്ച് പരിഹാസ ഛവിയുള്ളതാണ്. ഏത് മുഖ്യമന്ത്രി ഈ പുതിയ മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് കയറി അടിച്ചതായിരിക്കും എന്ന മട്ടിലൊക്കെ ഒരു കളിയാക്കൽ മട്ടിലാണ് ടാറ്റയുടെ എക്സിക്യൂട്ടീവ് ഈ വാർത്തയിൽ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് ചെറിയൊരു രോഷം നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണല്ലോ എന്നുള്ളത് തോന്നുകയും ഇങ്ങനെ വന്നിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ അഡിഡാസ് എഴുതിയ ബനിയൻ കണ്ടിട്ടില്ലേ ഹർഷൻ? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങും അബിഡാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ശരി ടാറ്റയാണെന്ന് പറഞ്ഞിട്ട് TAATA എന്ന് പറഞ്ഞിട്ട് വല്ല കമ്പനിയും മുഖ്യമന്ത്രിയെ കാണുകയും പറ്റിക്കുകയും ചെയ്തു. ഒരു നിമിഷത്തേക്ക് തമാശയായിട്ടല്ല സീരിയസ് ആയിട്ട് ആലോചിച്ചു. അല്ലാതെ ഒരാളിങ്ങനെ വന്ന് കൃത്യമായിട്ട് പറയാതെ എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ VD സതീശൻ പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു. നമ്മൾ അതിൽ കൂടുതൽ പറയേണ്ടല്ലോ എന്ന് വെച്ചാണ്. ഇതിപ്പോൾ വലിയ ചീത്തപ്പേരായില്ലേ, അങ്ങനെ എഴുതാൻ പാടുണ്ടോ? പിന്നെ ഇതിപ്പോൾ ഞാൻ ഇന്നലെയും പറഞ്ഞു, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് കൊണ്ട്, മുഖ്യമന്ത്രി ഇങ്ങനെ പൂർണ്ണ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വിശ്വാസ്യത നഷ്ടമുണ്ടാകുന്നത് നമ്മൾ മാധ്യമങ്ങൾക്കുമാണ് പൊതുസമൂഹത്തിനാകെയുമാണ് എന്ന് ഇന്നലെ MA ബേബിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് വിശ്വാസ്യത നഷ്ടമുണ്ടാകും, കാരണം നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രിയെ വിശ്വസിക്കുകയാണ്. ഒരു വലിയ പോരാട്ടം 10 വർഷത്തിന് ശേഷം നയിച്ചിട്ട് വൻ മുന്നേറ്റത്തോടു കൂടിയിട്ട് അവിടെ വന്നിരുന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള പദ്ധതികളും ആശയങ്ങളും ഒക്കെ പറയുന്നൊരു മുഖ്യമന്ത്രി, വലിയ രാഷ്ട്രീയ ധാരണയുള്ള, ഞാൻ വീണ്ടും പറയുന്നില്ല, പുസ്തകം വായിക്കുന്നു എന്ന സമീപകാല മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ അതൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എല്ലാവരും പറയുന്ന മാധ്യമങ്ങളും ഞാനും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്ന ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനകളെ നമ്മൾ മുഖവിലക്കെടുക്കും, പൂർണ്ണമായിട്ടും വിശ്വസിക്കും. ഇത് പറയുന്ന ഞാനും നാളെ കാണുമ്പോൾ, ഹർഷനും നാളെ മുഖ്യമന്ത്രി കാര്യം പറഞ്ഞാൽ അത് ശരിയായിരിക്കുമെന്നേ വിചാരിക്കൂ. അത് മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനിടയായ ദീർഘമായ കാലയളവുണ്ട്. അദ്ദേഹം ഒരു നിസ്സാരനായിട്ടുള്ള ആളല്ല. അദ്ദേഹം പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ള കനം അദ്ദേഹം തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എത്രമാത്രം വലിയ കനമുണ്ട്. അദ്ദേഹം അലോഷ്യ സേവന മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് എത്രമാത്രം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് 3.25 കോടി ജനതയുള്ളൊരു സ്ഥലത്ത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. VD സതീശൻ്റെ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളായിട്ട് ടാറ്റ ഗ്രൂപ്പ് എന്ന് പുറത്തേക്ക് വരുമ്പോൾ അതെന്തുമാത്രം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ബ്ലൂംബർഗിൻ്റെ വാർത്തയുടെ ഫസ്റ്റ് ഹെഡ്ലൈനായിട്ട് വരുന്ന മുറയ്ക്ക് അതെന്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തെ വെച്ച് അളന്നാൽ എത്രയോ നിസ്സാരനായിട്ടുള്ള ഞാനിവിടെ എന്നിട്ട് പറയേണ്ടെന്ന ഗതി ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടുണ്ടോ? കാരണം നമ്മളെ ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ ഈ വാർത്ത എഴുതുമ്പോൾ പിറ്റേന്നും മാതൃഭൂമി, മനോരമയും ഹിന്ദുവും പത്രം വായിക്കുമ്പോൾ അതിനകത്ത് ഇതാ വരുന്നു പദ്ധതി എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ എഴുതും. കാരണം മുഖ്യമന്ത്രിയെ അവിശ്വസിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പോലുമല്ല, വരികയാണ്. കാരണം അങ്ങനെ ആത്മവിശ്വാസത്തോടെയാണ് പറഞ്ഞത്. അങ്ങനെ ഏത് മുഖ്യമന്ത്രിയാണ്? നമ്മൾ ഇന്നലെയും പറഞ്ഞു, നമ്മൾ TV കാണാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ മുഖ്യമന്ത്രിമാർ ഞാൻ കാണുന്നത് നായനാരും EMSും കുറച്ച് കാലമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും നായനാരോട് ചോദിക്കാം. EMS അല്ല നായനാർ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, VD സതീശൻ, ഇത്രയും ആളുകൾ എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, ഇപ്പോൾ K കരുണാകരൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് ചിരിച്ച് നോ കമൻസ്, പിന്നെ കണ്ണിറുക്കൽ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് വാക്കുകൾ ധാരാളിത്തമുള്ള ഒരാളാണ് മുഖ്യമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പക്ഷേ അതിന് അത്രമാത്രം കനവില്ലാണ്ടായി പോവാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ ഇത് ടാറ്റ P രാജീവ് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ടാറ്റ തള്ളിക്കളയുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് ഇത് വരികയല്ലേ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയായില്ല. അല്ല, അത് അങ്ങനെ തള്ളിക്കളയുന്നതിന് മുമ്പ് എത്ര വട്ടം ടാറ്റ ആലോചിച്ചിട്ടുണ്ടാവും. കാരണം അവർക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അവരുടെയും താല്പര്യങ്ങളുണ്ട്, അവരുടെ പ്രോജക്റ്റുകളുണ്ട്, അവരുടെ ബിസിനസ്സാണ്. അവരേറ്റവും കൂടുതൽ ഭൂമി ഇപ്പം നേരിട്ട് അവരുടെ കയ്യിലല്ല എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നേരിട്ട് അവർ ഭൂമി കൈവശം വയ്ക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ അതിനകത്ത് ഹർഷ. അതായത് ഇവർ മെയിൽ അയച്ചു എക്കണോമിക് ടൈംസ്,
ഈ ചോദ്യം ചോദിച്ചിട്ട്. അപ്പോൾ മെയിലിന് അവർ ഒഫീഷ്യലി ഇപ്പോൾ മറുപടി കൊടുത്തില്ല. എന്നിട്ട് അവരുടെ എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചു മറുപടി കൊടുക്കാൻ. അങ്ങനെയാണ്, പേര് വെളിപ്പെടുത്താത്തൊരു എക്സിക്യൂട്ടീവാണ് സംസാരിച്ചത്. അപ്പോൾ അത്രയും ഗൗരവം അവർ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പറയുന്ന വാക്കുകൾക്ക് ടാറ്റ എന്ന കമ്പനിയുടെ വാക്കുകളുടെ കനമുണ്ടാകും, അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് കണക്കാക്കിയിട്ട് പക്ഷേ ഈ വാർത്ത പുറത്തേക്ക് എത്തുകയും വേണമെന്നുള്ളതുകൊണ്ടാണല്ലോ എക്സിക്യൂട്ടീവ് അങ്ങനെ സംസാരിക്കുന്നത് പേര് വെക്കാതെ. ആ ധാരണ വി ഡി സതീശന് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്.